പ്രസിദ്ധ പുസ്തകരചയിതാവായ വിക്ടർ ഇ ഫ്രാങ്കൻ എഴുതിയ മാൻ സെർച്ച് ഫോർ മീനിങ് എന്ന പുസ്തകം വളരെ പ്രസിദ്ധമാണല്ലോ. ഈ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ വായനക്കാരോട് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്താണ് എന്നാണ് ആ ചോദ്യം. അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കേണ്ടതാകട്ടെ ഓരോ വായനക്കാരനുമാണ്. ഈ പുസ്തകം എഴുതപ്പെട്ട സാഹചര്യം അത്ര സുഖകരമായിരുന്നില്ല. മനുഷ്യൻ എന്നും ഭയത്തോടുകൂടെ ഓർക്കുന്ന നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ഭീകരമായ മണിക്കൂറുകളാണ് ഇതിലെ ഓരോ വാചകങ്ങളും. വേദനയും മരണവും അനിശ്ചിതത്വവും നിറഞ്ഞ സാഹചര്യത്തിൽ എന്തിനു ജീവിക്കുന്നു എന്നൊരന്വേഷണം ഇതിനകത്തുണ്ട്. സ്വാതന്ത്ര്യം നഷ്ടമാകുമ്പോഴും കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം ചോദ്യം ചെയ്യപ്പെടുമ്പോഴും ഭാവി എന്താകും എന്ന ആശയക്കുഴപ്പം ഉണ്ടാകുമ്പോഴെല്ലാം ജീവിതത്തിന് പോലും അർത്ഥമുണ്ടോ എന്നൊരു ചിന്ത നമ്മിൽ ഉദിച്ചേക്കാം. ഇവിടെയാണ് നിശ്ചയദാർഢ്യമുള്ള ജീവിതത്തിൻ്റെ പാത തുറക്കപ്പെടേണ്ടത്. മനുഷ്യൻ ഒരിക്കലും സാഹചര്യത്തിൻ്റെ അടിമയല്ല. സാഹചര്യങ്ങൾ മനുഷ്യനിലെ അന്തസത്തയെ വളർത്തുകയാണ് വേണ്ടത്. മാറി മാറി വരുന്ന സാഹചര്യങ്ങൾ മനുഷ്യനിൽ നിന്ന് പലതും എടുത്തു കളയുവാൻ ഒരുപക്ഷെ പറ്റിയേക്കാം. തെരഞ്ഞെടുപ്പിലുള്ള സ്വാതന്ത്ര്യത്തെ എടുത്തു മാറ്റുവാൻ ഒരു സാഹചര്യത്തിനും ഒരിക്കലും ആകില്ല. ഒരിക്കൽ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി ഫിലിപ്പിൻ്റെ കൈസര്യ എന്ന പ്രസിദ്ധമായ പട്ടണത്തോടടുക്കുമ്പോൾ താൻ തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ച ഒരു ചോദ്യം, നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു എന്നാണ്. അപ്പോൾ അവർ ആയിരിക്കുന്ന സാഹചര്യം, അവർ എത്തി നിൽക്കുന്ന സ്ഥലം, ആ സ്ഥലത്തെ അപ്പോഴുള്ള പ്രത്യേകമായ ആരാധന രീതി, ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ക്രിസ്തു ആ ചോദ്യം അവരോട് ചോദിച്ചത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ എടുത്തു പറഞ്ഞപ്പോൾ സ്വർഗീയ പിതാവിനാൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വ്യക്തമായ വെളിപ്പാട് പ്രാപിച്ച ഒരു ശിഷ്യൻ പറഞ്ഞത്, നീ സാക്ഷാൽ ദൈവപുത്രൻ എന്നാണ്. സാധാരണയായി ആ പട്ടണവാതുക്കൽ എത്തുന്ന ആളുകൾ കൈസറാണ് കർത്താവ് എന്ന് പറയുവാനാണ് സാധ്യത. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം അവരെ അതിന് നിർബന്ധിക്കുന്നതുമുണ്ട്. യേശു ക്രിസ്തുവിനോടുള്ള അചഞ്ചലമായ വിശ്വാസവും ആരാധനാ മനോഭാവവും അവരെത്തി നിൽക്കുന്ന സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തെ അതിജീവിച്ച് അവരിലുള്ള ദൈവിക തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം പൂർണ്ണമായി ഉപയോഗിക്കുവാൻ ആ ശിഷ്യന് കഴിഞ്ഞു. അതിനാവശ്യമായത് സൃഷ്ടാവായ ദൈവത്തോടുള്ള അഭേദ്യമായ ബന്ധമായിരുന്നു. പിതാവായ ദൈവത്തിൽ നിന്ന് യേശുക്രിസ്തു ആരാണ് എന്ന ഉത്തമമായ വെളിപ്പാട് പ്രാപിച്ച ശിഷ്യൻ ധൈര്യത്തോടുകൂടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെടാതെ നീ ദൈവപുത്രനായ ക്രിസ്തു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിലൂടെ ഒരു സാഹചര്യങ്ങൾക്കും മനുഷ്യനിലുള്ള ദൈവദത്തമായ തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യത്തെ എടുത്തുമാറ്റാൻ ആകുന്നില്ല എന്ന് സ്പഷ്ടമാകുന്നു. ആ അചഞ്ചലമായ വിശ്വാസ പ്രഖ്യാപനം ആത്മീയമായ ഉന്നതിയിലേക്ക് ആ ശിഷ്യനെ ഉയർത്തുകയും ചെയ്തു. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 098820221957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.